ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിതീസ് വ്ലോഗ്സ്. എല്ലാവർക്കും നിതീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മളിന്ന് വന്നിട്ടുള്ളത് തീർത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ 2025 വരെയാണ്, 2024 നമ്മുടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇന്ന് 25th ആണ്, 25 നമ്മുടെ 25 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ 2025 പോകാനായിട്ട് ഉള്ളൂ. നമ്മുടെ അപ്പോൾ ഈ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 2024 ഈ ഒരു ഇയറിൽ നമ്മൾ എന്ത് നേടി, എന്തൊക്കെ നമുക്ക് സക്സസ് ആയി, നമുക്ക് എന്തൊക്കെ കിട്ടിയില്ല, നമ്മൾ ഒരുപാട് ഡ്രീംസുകൾ കണ്ടു, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ, പല വെറൈറ്റി ഓഫ് കൈൻഡ്സുകൾ, അച്ചീവ്മെന്റ്സുകൾ നമ്മൾ നേടണം എന്ന് വിചാരിച്ചു. പക്ഷെ അതിലൊന്നും നമുക്ക് ഒരു എത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. എന്നാൽ എൻ്റെ ഡ്രീംസുകളെല്ലാം കംസ് ട്രൂ, എൻ്റെ ഡ്രീംസുകളെല്ലാം നടന്നു, എനിക്കെല്ലാം സാധിച്ചു. ഇനി അതിലോട്ട് ഒന്നും കൂടി ഒന്നുകൂടി അച്ചീവ്മെന്റ്സുകൾ നേടിയെടുക്കണം. എൻ്റെ ഈ ഡ്രീംസിനേക്കാൾ ഒന്നും കൂടി ഹൈയിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അതെനിക്ക് നേടിയെടുക്കണം. അങ്ങനെ വിചാരിക്കുന്ന രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നിറയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ചില ഹാബിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. 2025 എന്തൊക്കെ ഹാബിറ്റ്സുകൾ നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റും, നമ്മുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരാൻ പറ്റും എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ ബ്രേക്ക് ആക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് പോവാട്ടോ. യാതൊരു തരത്തിലുള്ള ഞാൻ നിങ്ങൾ ആരും പിടിച്ചു വെക്കുന്നില്ല. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. കുറച്ചുകൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വളരെ കുറഞ്ഞുള്ള കുറച്ച് ടിപ്പുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണോ അല്ലെങ്കിൽ ഭയങ്കര ഒരു മോട്ടിവേറ്ററോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണക്കാരുടെ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്, ഒരു വീട്ടമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ വീട്ടില് അത്യാവശ്യം നമുക്ക് പണിയും തിരക്കുകളും ജോലിയും എല്ലാതും ഉണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്ന ആളാണ്, പുറമെ രാത്രിയാണ് വീട്ടിലെത്തുക. എന്നിട്ട് കിട്ടുന്ന സമയത്ത് വളരെ കുറച്ച് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിന് എഗ്രി ചെയ്യുന്ന ആൾക്കാർ മാത്രം, ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടിയൊന്നും നമ്മുടെ വീഡിയോയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം നമ്മുടെ വീഡിയോയിൽ ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 2025 കുറച്ച് ഹാബിറ്റ്സുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസുകൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ വിചാരിക്കുകയാണ്. അതിന് നമ്മൾ ബാക്കിയുള്ളവരുടെ ഹെൽപ്പ് ചോദിച്ച് നടന്നിട്ടോ, അവര് ഒരുപാട് നമ്മൾ കമ്പൽ ചെയ്തിട്ടോ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമാണ്, മറ്റുള്ളവർക്കല്ല. നമ്മുടെ എത്ര കൂടെ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണം, നമുക്ക് എന്തെങ്കിലും സക്സസ് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ല നമുക്ക് ഉണ്ടാവുക, നമ്മൾ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ട. എന്നിട്ട് ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% സക്സസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ലൊരു ഹാബിറ്റോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും, നല്ലൊരു ക്യാരക്ടറായി മാറാനായിട്ട് സാധിക്കും. ബി എ ബെറ്റർ പേഴ്സൺ കേട്ടോ. നമുക്ക് 2025 നല്ലൊരു പേഴ്സൺ ആയിട്ട് മാറാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന മറ്റുള്ള പേഴ്സണാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം, അതാണ് ഏറ്റവും വലിയ സക്സസ്, ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വീഡിയോ കാണാം. നമുക്കൊരു നല്ല പേഴ്സൺ ആയി മാറണമെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ്സുകളാണ് 2025 നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ, അപ്പൊ നമ്മളെ നല്ലൊരു ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യം ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഡയറി അല്ലെങ്കിൽ നോട്ട്സുകളൊക്കെ എഴുതി വെക്കുന്ന ആളാണോ? ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അങ്ങനെയുള്ള ഒരു ശീലം തുടങ്ങുക. എങ്ങനെയൊരു ശീലം എന്ന് വെച്ചാൽ, ഒരു ജേർണലൈസിങ് എന്ന് പറയുന്ന ഒരു ശീലം തുടങ്ങുക. ഒരുപാട് വായിക്കാനും ഒരുപാട് എഴുതി വെക്കാനും ആയിട്ടുള്ള ഒരു ശീലം തുടങ്ങുക കേട്ടോ. വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ പറയുമ്പോൾ ഒരുപാട് ബുക്സ് നോക്കി എഴുതി വെക്കുക, ഈച്ചക്കോപ്പി അടിച്ച് വെക്കുക, അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള വിഷമങ്ങൾ, നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷങ്ങൾ, നമ്മൾ എന്തെങ്കിലും പ്രീ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡേ ടു ഡേ ലിസ്റ്റുകൾ, ടു ഡു ലിസ്റ്റുകളില്ലേ, അങ്ങനെയുള്ള ലിസ്റ്റുകൾ, പ്രത്യേകിച്ചുള്ള മോട്ടിവേഷണൽ കോട്സുകൾ അതൊക്കെ ചാർട്ടിലാക്കി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ടേബിളിൻ്റെ അവിടെ ചെറിയ സ്റ്റിക്കി നോട്ട്സുകൾ തയ്യാറാക്കി
തയ്യാറാക്കി വെക്കുക. നമ്മളിപ്പോൾ ഡയറിയിൽ എഴുതി വെക്കുക. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എനിക്ക് വിഷമം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാതും ഇങ്ങനെ ഡയറിയിൽ കോട്ട് ചെയ്ത് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. നമുക്ക് അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ സെൻറ്റൻസിലോട്ട് തന്നെ നോക്കുകയാണ്, ഈ കാര്യങ്ങളോട്ട് തന്നെ ശ്രദ്ധിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ച് അതവിടെ കളയുന്നതിന് പകരം ഇതിങ്ങനെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഈ കാര്യം ചെയ്യാനായിട്ട് ഒരു താല്പര്യം വരും. അല്ലെങ്കിൽ കൂടുതൽ ഈ കാര്യം ഒരു വാശിയോടുകൂടി ഈ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഒരു സംഭവം ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു വാശി നമുക്ക് വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, എല്ലാത്തിനും ലിസ്റ്റ് നമുക്കിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന കാര്യം ചെയ്യാനുണ്ട്. അത് എഴുതി വെക്കും. ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. എഴുതി വെക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ചിന്തിക്കും. അതേപോലെ നമ്മൾ ചുമരിലൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിക്കുകയാണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കോട്ടുകൾ ഒട്ടിക്കുകയാണ്. അതേപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഒരു ശീലം, ഒരു നല്ല ശീലമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ടും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജേർണലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇവൻ ബുക്കിൽ വേണമെന്നല്ല, നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ഡിവൈസ് ആയിട്ടുള്ള നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാം, ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ലിസ്റ്റുകൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഇത് ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്, ഇതിപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ വിഷമം ഉണ്ടായി, അത് ഞാൻ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി, ഇതിനേക്കാൾ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ആദ്യം ചെയ്യാം കേട്ടോ. ഇതിൽ മാറ്റം വരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ സെൽഫ് ലവ് എന്തിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം മാറ്റി വെക്കുക കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബിസി ലൈഫിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണമില്ലാത്തവൻ പീഡനം എന്ന് പറയുന്ന പോലെ നമുക്കറിയാം, പണമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചന്നം പിന്നം ഓടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ തന്നെ മറന്നു പോകുന്ന പല സിറ്റുവേഷൻസുകളും പല ടൈമുകളും ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ അങ്ങ് മറന്നു പോകുന്ന ഒരു സന്ദർഭത്തിനും ഒരു സിറ്റുവേഷനും നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. നമുക്ക് വേണ്ടി വളരെ കുറച്ച് സമയം, നമുക്ക് മൈൻഡിൽ നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത്, എനിക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി ആ സമയത്തിന് വേണ്ടി വളരെ കുറച്ച് നേരങ്ങൾ മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായി നോക്കുക. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ സ്കിന്ന് ഡള്ളായിട്ടിരിക്കുകയാണോ, നിങ്ങൾക്കൊരു ഫേഷ്യൽ പാക്ക് ഇടണോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നല്ല ഡ്രസ്സ് നിങ്ങൾക്ക് എടുക്കണോ, ഷോപ്പ് പോവുക എടുക്കുക. നിങ്ങളൊരു എക്സസൈസ് ചെയ്ത് നിങ്ങളെ നല്ല ബോഡി സ്ട്രക്ചറിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എക്സസൈസ് ചെയ്യൂ, നിങ്ങൾ നല്ലൊരു ബോഡി സ്ട്രക്ചറായിട്ട് വരൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വരുത്തണം തോന്നുന്നുണ്ടോ, അത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറില്ല, നമുക്ക് വേണ്ടി നമ്മൾ മാറുകയാണ് വേണ്ടിട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതമാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വളരെ കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഇവൻ രാവിലെ പോയി രാത്രി വരുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. ഇപ്പം ഞാൻ രാവിലെ 8 മണിക്ക് പോയാൽ വൈകിട്ട് 8 മണിക്കാണ് രാത്രി 8 മണിക്കാണ് വീട്ടിലെത്തുക. അപ്പം നമ്മളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിട്ട് കൊടുക്കരുത്. നമുക്ക് ആകെ കൂടി ഒരു ലൈഫേ ഉള്ളൂ. അപ്പം നമ്മളെ കെയർ ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആ കെയറിങ്ങിലൂടെ നമുക്ക് എത്ര സന്തോഷം നമ്മൾ നേടിയെടുക്കുന്നുണ്ടെന്ന് നമുക്ക് പോകെയാണ് മനസ്സിലാവുക. അപ്പം നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നു, നമുക്ക് എന്ത് സന്തോഷം കിട്ടുന്നു, ആ കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഹാബിറ്റിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ല ഇത് വരുന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഹാബിറ്റിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ടീനേജ് പേഴ്സൺ ആണ്, അതുമല്ല ഒരു 30+ ആണ്, എങ്ങനെയുള്ള ആളായിക്കോട്ടെ, വർക്കിംഗ് ആയിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ചെറിയ കുഞ്ഞായിക്കോട്ടെ, എങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ?
അപ്പോൾ നമ്മൾ കുട്ടികളാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്യാം. എന്താന്ന് വെച്ചാൽ ഒരു സേവിങ്സ്, ഒരു കുഞ്ഞെ സേവിങ്സ്, നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു സേവിങ്സ് നിങ്ങൾ ശീലാക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു 100 രൂപ കടം മേടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മൾ ആ ആവശ്യം നേടിയെടുക്കുന്നത്, അല്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ എൻ്റെ മക്കളെ ഇവിടെയൊക്കെ ചെറുപ്പം മുതലേ ഇപ്പൊ ശീലിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാനോ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ അവർക്ക് തന്നെ സേവ് ചെയ്യാനോ അവർക്ക് സാധിക്കില്ല. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഉണ്ടികല്ലി കുടുക്ക, ചെറിയൊരു കുടുക്ക മേടിച്ചു വെച്ച് അതിനുള്ളിൽ പണം ഇട്ട് വെക്കുക, അല്ലെങ്കിൽ പൈസ ഇട്ട് വെക്കുക. ചില്ലറ പൈസ ആയിക്കോട്ടെ, ചിലപ്പോൾ ഞാൻ ഒരു ദിവസം 1 രൂപയ്ക്ക് കൊടുക്കുള്ളൂ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അവർ ആ 1 രൂപ അതിൽ ഇട്ട് വെച്ചോട്ടെ, അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അത് എന്ത് ചെയ്യാം, ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ എൻ്റെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ടികയിൽ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുപോയിടും, എന്നിട്ട് അവരുടെ ആവശ്യത്തിന് തന്നെയാണ് അത് ഉപയോഗിക്കേണ്ട. അപ്പൊ നമ്മളിപ്പോൾ വലിയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഒരു സേവിങ് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി ചെറിയ ചെറിയ ആർഡികൾ, ചെറിയ ചെറിയ കുറികൾ, ചെറിയ ഡെയിലി കളക്ഷനൊക്കെ മേടിച്ച് കുറി നടത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമ്പാദിശീലം, ഈ ഉണ്ടികയിൽ ഇട്ട് വെക്കുന്ന ഒരു സമ്പാദിശീലം നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ നമ്മുടെ ഹാബിറ്റിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ റിലേഷൻഷിപ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ആൾക്കാരിനെ കണ്ടും പരിചയപ്പെട്ടും ഇന്നും അറിഞ്ഞും നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഈ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ നമുക്ക് എത്ര ഏജ് ഉണ്ടോ ഈ ഏജ് വരെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മൾ ഇപ്പോഴും കൂടെ ഉണ്ട്. ചില ആൾക്കാർ നമ്മളെ വിട്ടുപോയ ആൾക്കാരുണ്ട്, ബാക്കിൽ നിന്ന് നമ്മളെ കളിയാക്കിയവരുണ്ട്, ദേഷ്യപ്പെട്ട ആൾക്കാരുണ്ട്, പുച്ഛിച്ച ആൾക്കാരുണ്ട്, നമ്മളെ ചവിട്ടി താഴ്ത്തിയ ആൾക്കാരുണ്ട്, നിങ്ങളൊന്നും ആവില്ല, നിങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരെയും നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് അവരെ ആലോചിച്ച് അതിൽ വേണ്ട ആൾക്കാരെ മാത്രം പിക്ക് ചെയ്ത്, അതിൽ വേണ്ട ആൾക്കാരെ മാത്രം നമ്മൾ എടുത്തിട്ട് അവരുമായി ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ട് കുറേ ദിവസമായി, ഞാൻ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവരായിട്ട് ഭയങ്കര നല്ല അടുപ്പത്തിലായിരുന്നു, കല്യാണം കഴിഞ്ഞു, ലൈഫായി, സെറ്റിലായി, കുട്ടിയായി, ജോലിയായി, പിന്നെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ജീവിതം നെട്ടോട്ട് ഓടുന്നതിന് തിരക്കിൽ ഞാൻ അവരെ വിട്ടുപോയി, എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ വിട്ടുപോയി, അവരായിട്ടൊരു ഗെറ്റ് ടുഗദർ നടത്താൻ വേണ്ടി വിട്ടുപോയി, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വല്ല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കൃത്യമായിട്ട് ഒരേപോലെ ഒരു റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഹെൽപ്പിന് നമ്മുടെ അടുത്തോട്ട് ഓടി വരാൻ സാധിക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ ഇന്നലെ കുറ്റം പറഞ്ഞ ആൾക്കാരായിരിക്കും നമുക്ക് എന്തെങ്കിലും വയ്യാൻ തോന്നുമ്പോൾ അവരായിരിക്കും ഓടി വരിക. അപ്പം നമ്മൾ അവരോട് യാതൊരു വിദ്വേഷമോ യാതൊരു വെറുപ്പോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ മൈൻഡ് തുറന്ന് ഫ്രീ ആയിട്ട് അവരോട് കൂടുതൽ നല്ല രീതിയിൽ ഇടപെടാനും അവരോട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഒരു നല്ല ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രീ പ്ലാനിങ് ആണ്. നമ്മൾ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, അതിനെപ്പറ്റി ഒന്ന് പ്രീ പ്ലാൻ ചെയ്യുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അതിനെപ്പറ്റി ഒന്ന് പ്രീ പ്ലാൻ ചെയ്യുക. അതുമല്ല, നാളെ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അതിനെപ്പറ്റി എന്ത് ചെയ്യുക, ഒന്ന് പ്രീ പ്ലാൻ ചെയ്യുക. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്. അല്ലെങ്കിൽ നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എന്തൊക്കെ കൊണ്ടുപോകണം. നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, ഏത് ഡ്രസ്സ് ഇടണം, ഏത് ഓർണമെന്റ്സ് ഇടണം, ഏത് വാച്ച് ഇടണം, ഏത് ചപ്പൽ ഇടണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, അവർക്ക് എന്തൊക്കെ കൊടുക്കണം, ഞാൻ ആരിനൊക്കെയാണ് മീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് കറക്റ്റായിട്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ബാഗ് എടുത്ത് പാക്കൊന്നും ചെയ്യാതെ ബാഗ് എടുത്ത് ഓടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മുടെ ബാഗിൽ ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഹാപ്പിയോട് കൂടി ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫിലും നമുക്ക് എന്ത് സക്സസ് വേണമെന്നുണ്ടെങ്കിലും അതിന് പ്രീ പ്ലാനിങ് വേണം. നമ്മൾ എങ്ങനെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ പോകുമ്പോൾ പാട്ട് കേൾക്കും. ചില ആൾക്കാർ പാട്ടോ കേൾക്കും, നല്ലൊരു മൈൻഡ് കാമാവാൻ വേണ്ടിയിട്ട് പാട്ട് കേൾക്കും. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ മൂഡ് സ്വിങ്സുകളൊക്കെ മാറി മറിഞ്ഞ് നമുക്ക് ടെൻഷനായി, നമുക്ക് അധികം ഇങ്ങനെ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ നാളെ എങ്ങനെയാവും, അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരായിരിക്കും. ഞാനൊക്കെ എൻ്റെ കുറേ കാലം മുമ്പ് വരെയൊക്കെ അങ്ങനെ ആയിരുന്നു, ഭയങ്കര നെഗറ്റീവ്. എനിക്ക് എല്ലാത്തിനും നെഗറ്റീവാണ്, പോസിറ്റീവ് എന്നുള്ളൊരു മൈൻഡേ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ ചിന്തിക്കാനും കുറേ പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് പറ്റിയത്.
അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ ഈ രാത്രി ഉറങ്ങാൻ നേരത്ത് നല്ല നല്ല മോട്ടിവേഷണൽ സ്പീച്ചുകൾ, ക്ലാസ്സസുകൾ അതൊക്കെ കേൾക്കുക. അത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ഇപ്പം പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ, പാട്ട് കേൾക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ടെൻഷൻ ഫ്രീ ആക്കാനൊക്കെ നമുക്ക് സോങ്സുകൾ കേൾക്കുക, നല്ല നല്ല സോങ്സുകൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ മൈൻഡിന് ഭയങ്കരമായിട്ട് റിലാക്സിങ് കിട്ടും. പക്ഷെ റിലാക്സിങ് മാത്രമല്ല, നമ്മൾ ഒരു പടി ചുവട് മുന്നോട്ട് വരാനായിട്ട്, നമ്മൾ ഒന്നുകൂടി മുമ്പോട്ട് ചിന്തിക്കാനായിട്ട് ഈ മോട്ടിവേഷണൽ സ്പീച്ചുകൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരാൾ നമ്മളോട് നമുക്കൊരു മോട്ടിവേഷൻ തരികയാണ്, നിന്നെ കൊണ്ടത് പറ്റും, നീ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്നൊരു വെറും വാക്ക് മതി നമുക്കതിൽ വിൻ ചെയ്യാം. നമ്മളൊരു എക്സാമിന് പോകണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത്രയും നമുക്ക് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നിന്നെ കൊണ്ട് സാധിക്കും, നീ ചെയ്യും എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള മോട്ടിവേഷനൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എനർജി പുറത്തോട്ട് വരും. നമ്മൾ ഭയങ്കരമായിട്ട് നെക്സ്റ്റ് ഒരു ഹാബിറ്റ് നമുക്ക് ദഹിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഞാനിപ്പോഴും കുറച്ച് ഇത് കാണിക്കുന്ന വിഷയം അത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നോട്ട് മാറ്റി വയ്ക്കുക. എന്നുവെച്ചാൽ ഇനി ചെയ്യാം, അത് ചെയ്യാം, നാളെ ആവട്ടെ, അത് ചെയ്യാം, മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു മടി, നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു നെഗറ്റീവ് മടി കിടക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ട്. അതിനെ നമ്മൾ തീർത്തും മാറ്റുക. നമ്മൾ ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര മടിയാണ്. നമുക്ക് എഴുന്നേൽക്കാൻ അയ്യോ 5 മണിയായി, 5 മണിയുടെ അലറ അടിച്ചു, ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കണമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ, ഫുഡ് ഉണ്ടാക്കണമല്ലോ, ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണമല്ലോ, ലഞ്ച് കൊണ്ടുപോകണമല്ലോ, എനിക്ക് പോകണമല്ലോ എന്നുള്ള ടെൻഷനാണ് നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക്. അപ്പം നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എന്തായാലും പറയാ ഒരു 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 നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട്. ഈ നെഗറ്റീവ് ഫീലിംഗ് നമ്മളേനെ വലിച്ചു താഴ്ത്തി നീ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ, നീ കുറച്ചു നേരം കൂടി മൂടി പോച്ച് ഉറങ്ങിക്കോ, മഴയൊക്കെ അല്ലേ, ഡിസംബർ ഒക്കെ അല്ലേ, കുറച്ചും കൂടി മൂടി പോച്ച് ഉറങ്ങിക്കോ, ഫാനിന് കുറച്ചും കൂടി കൂട്ടിയിട്ടോ, നിനക്ക് നല്ല സുഖം കിട്ടും, നീ ഒന്നുകൂടി ഉറങ്ങുന്ന പറഞ്ഞാൽ നമ്മളെ അവിടെ അങ്ങ് തളർത്തി കിടത്തും. പിന്നെയാണ് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ടൈം നോക്കുമ്പോഴാണ് ടൈം പോയിട്ടുണ്ടാവും, നമ്മൾ ഹറിബറിയായി പെട്ടെന്ന് സ്പീഡോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കും, നമ്മുടെ ടൈം പോവും, നമ്മുടെ ശരീരം ക്ഷീണിക്കും, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഓടും, ബസ് കിട്ടില്ല, ഓഫീസിൽ എത്തുമ്പോൾ ലേറ്റ് ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അലട്ടും. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജി നമ്മളതിനെ ഒരിക്കലും പോസിറ്റീവ് ആക്കാൻ വേണ്ടി പുഷ് ചെയ്യില്ല. നമ്മളതിനെ അവർ ചെയ്യിപ്പിക്കുന്ന എന്താ, നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി ചെയ്യിപ്പിക്കുന്ന എന്താ, നീ നെഗറ്റീവ് ആവൂ, നീ താഴോട്ട് തന്നെ പോവൂ, നീ വീണ്ടും ഒന്നുകൂടി ഉറങ്ങൂ, നീ അത് മടി കാണിക്കും എന്ന് പറഞ്ഞ് നമ്മളതിനെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു സൈഡിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് എനർജി നമ്മൾ എന്ത് ചെയ്യണം, എനിക്ക് എണീക്കണം, എനിക്കിന്ന് ജോലിക്ക് പോകണം, എനിക്കിന്ന് ഫുഡ് ഉണ്ടാക്കണം, എനിക്കിന്ന് മക്കളുടെ കാര്യം നോക്കണം, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, എനിക്ക് ഓഫീസിലെത്തണം, എനിക്ക് അത് ചെയ്യാനുണ്ട്, എനിക്ക് ഇന്ന പോലൊക്കെ പെരുമാറണം എന്ന് പറഞ്ഞ് നമ്മൾ ക്വിക്കായിട്ട് എന്ത് ചെയ്യുക, യാതൊരു മടിയില്ലാണ്ട് നമ്മുടെ മൈൻഡിൽ അത് വരണം. എനിക്ക് യാതൊരു മടിയില്ല, ഞാൻ ഇന്ന് എഴുന്നേക്കും, ഞാൻ ഇന്ന് ചെയ്യും, എനിക്ക് പറ്റും എന്ന് വിചാരിച്ച് മടി കൂടാണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കലാണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ വലിയൊരു യൂട്യൂബറോ വലിയൊരു മോട്ടിവേറ്ററോ വലിയൊരു ആളോ ഒന്നും അല്ല കേട്ടോ നിങ്ങളെ പഠിപ്പിച്ചു തരാനും നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്ന് കമ്പൽസറി ആയിട്ട് ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്തുകൊണ്ടോ നിങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളിത് അഡോപ്റ്റ് ചെയ്യില്ല നമുക്കറിയാം. പക്ഷേ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പോയിന്റ് ഇത് മാത്രമല്ല ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചും പ്രയത്നിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ഇനി വരുന്ന മാസങ്ങൾക്കോ ഇനി വരുന്ന ദിവസങ്ങൾക്കോ ഇനി വരുന്ന വർഷങ്ങൾക്കോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുമാണ് എൻ്റെ അച്ചീവ്മെൻറ്റും കൂടിയാണത്. അപ്പോൾ എനിക്ക് ഈ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത്, അതിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര സംസാരിക്കാനായിട്ടുള്ള ഒരു ത്രില്ല് തോന്നുന്നുണ്ടെന്ന് പറയില്ലേ, അത്രയും ത്രില്ല് തോന്നുന്നുണ്ട്. അതിലൊക്കെ ഉപരി നമ്മുടെ മൈൻഡിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോവുക, രാത്രി വരിക, വീട്ടിലിരിക്കുക, കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുന്നു, അമ്മേനെ നോക്കുന്നു, പുറത്തു പോകുന്നു, റിലേറ്റീവ്സിനെ കാണുക. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, നമ്മുടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളില്ലേ, അത് ഭയങ്കര വലുതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ പുതുതായിട്ട് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ പുതിയ എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റീസുകൾ ചെയ്യണം, ഒരു ഡാൻസ് ക്ലാസ്സിന് ചേരണം, ഒരു പാട്ടിന് പോകണം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വായിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് വായനാശീലം തുടങ്ങണം, പിന്നെ പുതുതായിട്ട് മറ്റെന്തെങ്കിലും ഡ്രൈവിംഗ് പഠിക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതുപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊട്ടും ഒരു പാഷനേറ്റ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് സന്തോഷം കിട്ടുന്നത് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നമ്മുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലുത്. നമ്മുടെ ഹാപ്പിനെസ്സിലൂടെ മാത്രമേ നമുക്ക് ലൈഫ് സക്സസ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് വലിച്ചു വാരി എറിയ, ഒരു സൈഡിലോട്ട് ഡംപ് ചെയ്യുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം മതി, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുക കേട്ടോ. മനസ്സ് നിറയെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ലൈഫിൽ നമുക്ക് ടേണിംഗ് പോയിന്റ്സുകൾ ഉണ്ടാവും, ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാവും. അതിലൊന്നും നമ്മൾ വീണു പോവാതെ നല്ല സക്സസ്സുകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നിതീസ് വ്ലോഗ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ വലിയൊരു യൂട്യൂബറോ വലിയൊരു മോട്ടിവേറ്ററോ വലിയൊരാളോ ഒന്നും അല്ല കേട്ടോ. നിങ്ങളെ പഠിപ്പിച്ചു തരാനും നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്ന് കമ്പൽസറി ആയിട്ട് ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്തുകൊണ്ടോ നിങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളിത് അഡോപ്റ്റ് ചെയ്യില്ല, നമുക്കറിയാം. പക്ഷേ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പോയിന്റ്, ഇത് മാത്രമല്ല ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചും പ്രയത്നിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ഇനി വരുന്ന മാസങ്ങൾക്കോ ഇനി വരുന്ന ദിവസങ്ങൾക്കോ ഇനി വരുന്ന വർഷങ്ങൾക്കോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുമാണ് എൻ്റെ അച്ചീവ്മെൻറ്റും കൂടിയാണത്. അപ്പോൾ എനിക്ക് ഈ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത്, അതിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര സംസാരിക്കാനായിട്ടുള്ള ഒരു ത്രില്ല് തോന്നുന്നുണ്ടെന്ന് പറയില്ലേ, അത്രയും ത്രില്ല് തോന്നുന്നുണ്ട്. അതിലൊക്കെ ഉപരി നമ്മുടെ മൈൻഡിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോവുക, രാത്രി വരിക, വീട്ടിലിരിക്കുക, കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുന്നു, അമ്മേനെ നോക്കുന്നു, പുറത്തു പോകുന്നു, റിലേറ്റീവ്സിനെ കാണുക. അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, നമ്മുടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളില്ലേ, അത് ഭയങ്കര വലുതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ പുതുതായിട്ട് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ പുതിയ എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റീസുകൾ ചെയ്യണം, ഒരു ഡാൻസ് ക്ലാസ്സിന് ചേരണം, ഒരു പാട്ടിന് പോകണം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വായിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ പുതുതായിട്ട് വായനാശീലം തുടങ്ങണം, പിന്നെ പുതുതായിട്ട് മറ്റെന്തെങ്കിലും ഡ്രൈവിംഗ് പഠിക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതുപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊട്ടും ഒരു പാഷനേറ്റ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് സന്തോഷം കിട്ടുന്നത് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. നമ്മുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലുത്. നമ്മുടെ ഹാപ്പിനെസ്സിലൂടെ മാത്രമേ നമുക്ക് ലൈഫ് സക്സസ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് വലിച്ചു വാരി എറിയ, ഒരു സൈഡിലോട്ട് ഡംപ് ചെയ്യുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം മതി, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുക കേട്ടോ. മനസ്സ് നിറയെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ലൈഫിൽ നമുക്ക് ടേണിംഗ് പോയിന്റ്സുകൾ ഉണ്ടാവും, ഫ്ലക്ച്വേഷൻസുകൾ ഉണ്ടാവും. അതിലൊന്നും നമ്മൾ വീണു പോവാതെ നല്ല സക്സസ്സുകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നിതീസ് വ്ലോഗ്സിൽ നിന്ന് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ പറയാണ്. ബൈ ബൈ, സീ യു.